നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ അഡ്വക്കേറ്റ് നമ്പ്യാരെ നീ പോയൊന്ന് കാണണം. പറ്റിയാൽ അവിടെ ഇരുന്നിട്ട് വക്കീലിനെ കൊണ്ട് എന്നെ ഒന്ന് വിളിപ്പിക്കുകയും വേണം. കാര്യങ്ങൾ ഞാൻ നേരിട്ട് സംസാരിച്ചോളാം. ഭർത്താവ് മരിച്ചാൽ അയാളുടെ സ്വത്തുവകകൾക്ക് ഭാര്യയ്ക്ക് ഒരു അവകാശവും ഇല്ലേന്ന് എനിക്കറിയണം. അതറിഞ്ഞിട്ട് വേണം തീരുമാനങ്ങൾക്കൊരടിവരയിട്ട് ഉറപ്പിക്കാൻ. പാർവതി, നിന്നെ ഞാൻ എത്ര വിളിച്ചു. ഞാൻ കേട്ടു ഗാർഗി. താഴേക്ക് വരുന്ന വഴി കോടതിയിലേക്കൊന്ന് കയറേണ്ടി വന്നു. കോടതിയിലോ? നീ എന്താ ഇങ്ങനെ പിച്ചും പേയൊക്കെ പറയുന്നേ? ഗാർഗി അന്വേഷിച്ച് ഞാൻ താഴേക്ക് വരുമ്പോ അമ്മ അപ്പച്ചയും കൂടി എന്നെ തടഞ്ഞു നിർത്തി വിചാരണ തുടങ്ങി. എന്ത് വിചാരണ? സരളേച്ചിയെ ഞാൻ എന്തിനാ ഇവിടെന്ന് പറഞ്ഞു വിട്ടേന്ന്. അതിന് അവരെ പറഞ്ഞു വിട്ടത് അമ്മ തന്നെയല്ലേ? അതെ, പക്ഷേ ആ കുറ്റം എന്റെ തലയിൽ കെട്ടിവെക്കാനാ ശ്രമം. ജാസ്മിനെ പുറത്താക്കിയ അധികാരം സരളയുടെ കാര്യത്തിൽ ഞാൻ എടുത്തോ എന്നാ ചോദിച്ചത്. ഹാ, അതവിടെ നിക്കട്ടെ. നിന്റെ റൂമിലെ ഇപ്പൊ ഒരു മോഷണ ശ്രമം നടന്നു. ഞാനത് കയ്യോടെ പൊക്കി. എന്റെ മുറിന്ന് ആരെന്ത് മോഷ്ടിക്കാനാ? ജാസ്മിൻ, അവൾക്ക് ആ റൂമിൽ നിന്ന് എന്തോ എടുക്കാനുണ്ട്. അത് അവളുടെ തന്നെ എന്തോ ആണ്. ഞാൻ ചോദിച്ചപ്പോഴേ അവള് കുറെ കള്ളം പറഞ്ഞു. അതിന് അവളുടെ ഒരു സാധനവും ആ മുറിയിലില്ലല്ലോ. ഞാൻ അവിടെയൊക്കെ തൂത്തു തുടച്ച് നല്ല വൃത്തിയാക്കിയതുവാ. എന്തായാലും നമുക്ക് അവിടെ ഒന്ന് സെർച്ച് ചെയ്യണം. ഒരുപക്ഷെ നമുക്ക് പ്രയോജനപ്രദമായ എന്തെങ്കിലും ആണെങ്കിലോ? എന്റെ മുറിയില് അവിടെ ഒന്നും ഇല്ല ഗാർഗി. ഇനിയിപ്പോ നിനക്ക് നിർബന്ധമാണെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാം. ഇന്ന് രാത്രി തന്നെ വേണമെന്നില്ലല്ലോ. വേണ്ട, എപ്പോഴെങ്കിലും. അപ്പൊ ശരിയേ, ഗുഡ് നൈറ്റ്. അയ്യോ, പിന്നെ ഞാൻ നിന്നെ അന്വേഷിച്ച കാര്യം ഇതുവരെ പറഞ്ഞില്ലല്ലോ. നാളെ എനിക്കൊരു ഷൂട്ടുണ്ട്. അതിന് നിന്റെ ഒരു സഹായം വേണം. അയ്യോ ഗാർഗി, നാളെ ഒന്നും എനിക്ക് തീരെ സമയം ഉണ്ടാവില്ല. അച്ഛന്റെ കാര്യങ്ങൾ എനിക്ക് തന്നെ നോക്കണം. അടുക്കള കാര്യങ്ങളും അതും ഞാൻ തന്നെ നോക്കണം. വീടെല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കുക വേണം. ഇതിനിടയില് എനിക്ക് എപ്പോഴാ സമയം? അച്ഛന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഏതോ ഒരു ഹോം നഴ്സ് വരുന്നുണ്ടെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. വേണ്ട, അങ്ങനെ ആരും വേണ്ട ഇവിടെ. അത് അപകടമോ ഗാർഗി? അച്ഛന്റെ ജീവന് ആപത്ത് സംഭവിക്കും. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? സത്യം ഗാർഗി, ഉദയന്നൂരമ്മ എന്റെ മനക്കണ്ണിൽ കാണിച്ചു തന്നതാ. അതിനെ സമ്മതിക്കരുത് ഗാർഗി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.